ചിത്രയാട്ട തിരുനാളിന് നട തുറക്കുന്നതിന് മുൻപായി ശബരിമലയിൽ കനത്ത പോലീസ് നിയന്ത്രണത്തിലാണ്. നിരോധനാജ്ഞ നിലവിൽ വന്ന സാഹചര്യത്തിൽ സന്നിധാനം, പമ്പ, നിലയ്ക്കൽ, ഇലവുങ്കൽ എന്നിവിടങ്ങളിൽ 2000-ലേറെ പോലീസുകാരെ നിയോഗിക്കുന്നുണ്ട്. ശ്യാം ദേവരാജ് ഉണ്ട് പത്തനംതിട്ടയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ഒപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറും ചേരുന്നു. ശ്യാം, ചോദിക്കാം ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് ഇതുവരെയുള്ള ഒരുക്കങ്ങൾ, ഇനി സ്വീകരിക്കാൻ പോകുന്ന കാര്യങ്ങൾ. തീർച്ചയായും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ പത്മകുമാറാണ് നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നത്. പ്രത്യേകിച്ച് മണ്ഡലകാലവുമായി ബന്ധപ്പെട്ട് അതിന്റെ മുന്നൊരുക്കങ്ങൾ, ഒപ്പം നിലവിലെ അവസ്ഥ ഉൾപ്പെടെയുള്ള ശബരിമലയുടെ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നമ്മളോട് വിശദീകരിക്കും. മണ്ഡലകാലമാണ് വരാനിരിക്കുന്നത്, അതിൽ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. എന്തെല്ലാം ഒരുക്കങ്ങളാണ് ഈ ഘട്ടത്തിൽ ദേവസ്വം ബോർഡ് പൂർത്തിയാക്കിയത്? നമ്മളിപ്പോൾ നിലയ്ക്കൽ ബേസ് ക്യാമ്പാക്കി തീരുമാനിച്ചത് ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ടതാണ്. 2007 രൂപം കൊടുത്ത മാസ്റ്റർ പ്ലാൻ പറയുന്നത് ശബരിമലയുടെ ബേസ് ക്യാമ്പ് നിലയ്ക്കലാവണമെന്നാണ്. നിലയ്ക്കൽ ആക്കിയിട്ട് ഇപ്പോൾ ഒരു 10,000 പേർക്ക് താമസിക്കാൻ, വിരിവെക്കാനുള്ള സൗകര്യമാണ് ഞങ്ങളിപ്പോൾ ഒരുക്കുന്നത്. ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ടാകണം. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ്. ആ കുടിവെള്ളം എത്തിക്കാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ആലോചന നടത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ അക്കാര്യത്തിൽ നേരിട്ട് ഇടപെട്ട് അക്കാര്യം ചെയ്യുന്നുണ്ട്. ഒരു 10,000 പേർ കൂടി താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഇപ്പം തന്നെ പണി ആരംഭിക്കും. അടുത്ത വർഷത്തേക്കായിരിക്കും അത് പ്രയോജനപ്പെടുക. ഒരേ സമയം ഒരു 25,000-30,000 പേര് ശബരിമലയിൽ വന്നാൽ താമസിക്കാൻ കഴിയുന്ന സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് പമ്പ, സ്വാഭാവികമായിട്ട് പമ്പയിൽ അധികം ആൾ നിൽക്കേണ്ടി വരില്ല. പിന്നീടുള്ളത് ശബരിമലയാണ്. ശബരിമലയിലും അധികം ആൾക്കാർ നിൽക്കേണ്ടതില്ല, അല്ലെങ്കിൽ അത് പഴയ ഒരു കൺസെപ്റ്റാണ്. അവർ പറഞ്ഞിരിക്കുന്നത് 24 മണിക്കൂറിൽ കൂടുതൽ ശബരിമലയിൽ ക്യാമ്പ് ചെയ്യേണ്ടതില്ല എന്നാണ് ഈ പറഞ്ഞ 2007 രൂപം കൊണ്ട മാസ്റ്റർ പ്ലാനിൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഞങ്ങളിപ്പോൾ വിശദമായി തന്നെ ഇന്നലെ വിലയിരുത്തി. ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് 10-11 വർഷമായി. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട പല ആൾക്കാരും അക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ അത് വരട്ടെ. ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് പമ്പയിലെ പ്രളയം കഴിഞ്ഞതിന് ശേഷം വളരെ ശക്തമായിട്ടുള്ളൊരു ഇടപെടലാണ് ഇപ്പോൾ നടത്തിയത്. പക്ഷേ ആ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ എംപവേർഡ് കമ്മിറ്റി സുപ്രീം കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ദേവസ്വം ബോർഡ് സുപ്രീം കോടതി വിധി മാനിക്കാതിരിക്കാൻ കഴിയില്ല. ഞങ്ങളെന്തായാലും അനാവശ്യമായ ഒരു നിർമ്മാണവും ലേ ഔട്ട് പ്ലാൻ തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മാസ്റ്റർ പ്ലാനിന് വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടും സ്വീകരിക്കാൻ ദേവസ്വം ബോർഡ് ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അത് പല പ്രാവശ്യം പറഞ്ഞിട്ടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നല്ല നിലയിലുള്ള ഒരു ഇടപെടലല്ല ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ അവർ നന്നായിട്ടായിരിക്കും ഇടപെടുക, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നല്ല നിലയ്ക്കൊരു ഇടപെടലായിട്ടല്ല ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു ശത്രുതാപരമായിട്ടുള്ള നിലപാടുണ്ടോ എന്നുള്ള സംശയമുണ്ട്. അതിപ്പോൾ പാഞ്ചാലിമേടിൻ്റെ കാര്യത്തിലും മംഗളാദേവി ക്ഷേത്രത്തിൻ്റെ കാര്യത്തിലുമൊക്കെ എടുത്തിട്ടുള്ളൊരു നിലപാടിൻ്റെ തുടർച്ച എന്നുള്ള നിലയ്ക്കാണ്. അവിടെയൊക്കെ തകർക്കപ്പെട്ട് കിടക്കുകയാണ് ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞൊരവസ്ഥയിലേക്ക് ശബരിമല എത്തിക്കാനാണോ എന്നുള്ള സംശയം പോലും പലപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ടു. വനം വകുപ്പ് മന്ത്രിയുടെയും ദേവസ്വം വകുപ്പ് മന്ത്രിയുടെയും സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയ യോഗത്തിൽ ഞങ്ങൾ ഈ പ്രശ്നം ചർച്ച ചെയ്തു. ഗവൺമെൻറ്റിന്, കേരളത്തിലെ ഗവൺമെൻറ്റിന് ഏത് വകുപ്പായാലും ഒരേ അഭിപ്രായം തന്നെ ആയിരിക്കണമെന്നുള്ള നിർദ്ദേശമാണ് അന്ന് അദ്ദേഹം തന്നത്. ആ തീരുമാനത്തിൽ, അല്ലെങ്കിൽ അന്നത്തെ മീറ്റിങ്ങിൻ്റെ തീരുമാനത്തിൽ വയലേഷൻ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു പരിശോധന ഞങ്ങൾ നടത്തുന്നുണ്ട്. വീണ്ടും ഈ പ്രശ്നം ചർച്ച ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരു ശത്രുതാപരമായ നിലപാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ കരുതുകയാണ്. അപ്പോൾ ഞങ്ങളെന്തായാലും 17-ാം തീയതി മണ്ഡലം മകരവിളക്ക് കാലം നന്നായി ശബരിമല മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള പരിശ്രമത്തിലാണ്. പ്രത്യേകിച്ചും വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ശത്രുതാപരമായ നിലപാടാണ് ഉണ്ടാകുന്നത് എന്ന് അങ്ങ് പറഞ്ഞു. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമുക്ക് അത് വനംവകുപ്പ് അത്തരം നിലപാട്? ശത്രുതാപരമായ നിലപാടുണ്ടാകുന്നു എന്നല്ല, ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ചിലപ്പോൾ അവർ നന്നായിട്ടായിരിക്കും ഇടപെടുക. ഞങ്ങളിനിയിപ്പോൾ ഞങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും, അങ്ങനെ അനധികൃത നിർമ്മാണമൊന്നും നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ വരട്ടെ, നോക്കാം. ഉദ്യോഗസ്ഥ തലത്തിലാണോ അതോ രാഷ്ട്രീയ തലത്തിലാണോ ഈ വനംവകുപ്പിന്റെ ഇത്തരം ഇടപെടലുകൾ? അത് മിക്കവാറും ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെയാണ്.
രാഷ്ട്രീയ പ്രശ്നങ്ങളില്ലല്ലോ അവിടെ. അത് ഗവൺമെന്റ് തന്നെ വിളിച്ചു കൂട്ടിയല്ലോ. അപ്പൊ അത് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടലുകൾ തീർച്ചയായിട്ടും ഞങ്ങളിപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇടപെടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും ദേവസ്വം ഡിപ്പാർട്ട്മെന്റിനെയും കൂടെ വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എംപവേർഡ് കമ്മിറ്റി ഉന്നതാധികാര സമിതി പറഞ്ഞത് മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് വളരെ വലിയ വിമർശനങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഈ വിമർശനങ്ങൾ, അതായത് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ, ഇതിന് ഏത് രീതിയിലാണ് ദേവസ്വം ബോർഡ് കണക്കാക്കുന്നത്? അത് എംപവേർഡ് കമ്മിറ്റിയുടെ മാത്രമല്ല, ഞങ്ങൾക്കും അഭിപ്രായം ഉണ്ടല്ലോ. കാരണം ഇപ്പോൾ ശബരിമല ക്ഷേത്രത്തിന്റെ മതിലിനോട് ചേർന്ന് തന്നെ നിരവധി ടോയ്ലറ്റുകൾ ഉൾപ്പെടെ ഇപ്പോൾ തന്ത്രിമാരും ഇതൊക്കെ മേശാന്തിമാരും ഒക്കെ താമസിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ. അയ്യപ്പ ക്ഷേത്രത്തോട് ചേർന്ന് അവർ താമസിക്കുന്നിടത്ത് ബാത്റൂം ഉൾപ്പെടെ വെച്ചിട്ടുണ്ടല്ലോ. അതെല്ലാം പൊളിച്ചു കളയണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം. അത് എംപവേർഡ് കമ്മിറ്റിയുടെ മാത്രമല്ല, അനാവശ്യമായിട്ടുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും ശബരിമല പാടില്ല എന്നുള്ളതാണ് തിരുവിതാംകൂർ ഇന്ന് നിലനിൽക്കുന്ന ബോർഡിൻ്റെ അഭിപ്രായം. അതുതന്നെയാണ് എംപവേർഡ് കമ്മിറ്റിയും പറഞ്ഞത്. പക്ഷേ എംപവേർഡ് കമ്മിറ്റി പറഞ്ഞപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു നിലപാടോ അതല്ലെങ്കിൽ അത് അവർ എന്താ എനിക്കറിഞ്ഞുകൂടാ. കാരണം അവർ പറയുന്നത് എല്ലാ കെട്ടിടങ്ങളും ഇതിന് പുറത്താണ്. ഞങ്ങൾക്കങ്ങനെ ധാരണയില്ല. നമുക്ക് കിട്ടിയിട്ടുള്ള 13 ഏക്കർ 26 സെൻറ്റ് സ്ഥലം ആദ്യമുണ്ടായിരുന്നതും അതിനുശേഷം വന്നിട്ടുള്ള 50 ഏക്കർ സ്ഥലവും അതിനുശേഷമുള്ള പിന്നെ പെർമിസീവ് സാങ്ഷൻ കിട്ടിയിട്ടുള്ള സ്ഥലങ്ങളും, ഈ സ്ഥലങ്ങൾ ശബരിമലയ്ക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്. അതൊന്നും മാറ്റാൻ എളുപ്പം കഴിയുന്നതല്ല. അത് അല്ലെങ്കിൽ വിശ്വാസ സമൂഹം ആ രൂപത്തിൽ ഇടപെടും. ശ്രീകോവിലിന് സമീപത്തടക്കമുള്ള ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വീഴ്ച പറ്റിയതാർക്കാണ്? മുൻ ബോർഡുകൾക്കാണ് അല്ലെങ്കിൽ മുൻ ബോർഡുകൾക്ക് കുറെ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെ പറയാൻ കഴിയും. കാരണം ഇപ്പോൾ അവർ നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ടായിരിക്കും ചെയ്തതെങ്കിലും ചിലപ്പോൾ ചില അംഗീകാരമില്ലാത്ത വർക്കുകളോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കണം. ഇപ്പോൾ ഈ ജണ്ടയ്ക്കകത്താണോ വെളിയിലാണോ എന്ന് നോക്കണം. അത് നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ. ഈ തുലാമാസ പൂജയുടെ സാഹചര്യവുമായി ബന്ധപ്പെട്ട് അതും ഇന്ന് ഇപ്പോൾ ആട്ടച്ചിത്രയുമായി ബന്ധപ്പെട്ടും അത്തരം സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ദേവസ്വം ബോർഡിന് എത്രത്തോളം സ്ട്രെസ് ഉണ്ട് അല്ലെങ്കിൽ സമ്മർദ്ദമുണ്ട്? ദേവസ്വം ബോർഡിന് എന്ത് സമ്മർദ്ദമാണ്? ദേവസ്വം ബോർഡിന് ഒരു സമ്മർദ്ദവും ഇല്ല. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള പൂജ അവിടെ സൗകര്യം ചെയ്യുക, വഴിപാട് സാധനങ്ങൾ ഉണ്ടാക്കുക, ആ വഴിപാട് സാധനങ്ങൾ കൈകാര്യം ചെയ്യുക, ഇത്രയല്ലേ ഉള്ളൂ. അത് ഞങ്ങൾ ചെയ്യും. തീർച്ചയായും. അതിൽ ഒരു കാര്യവും കൂടി, അതായത് ഇനിയിപ്പം വരാനിരിക്കുന്ന മണ്ഡലകാലമാണ്. കഴിഞ്ഞ തുലാമാസ പൂജയുടെ സമയത്ത് 5 ദിവസങ്ങളിലുണ്ടായിരുന്ന ആളുകൾ, അതായത് സ്ത്രീകൾ ഉൾപ്പെടെ പ്രവേശനത്തിനായി തയ്യാറായി വരുന്നു. ഇനിയിപ്പോൾ ഈ ഒരു ദിവസമാണ്. ഇതും മണ്ഡലകാലത്തും ഏത് രീതിയിലായിരിക്കും? കൂടുതൽ സ്ത്രീകൾ പ്രവേശനത്തിനായി എത്തും എന്ന് തന്നെയാണോ? അല്ല, അത് ഞാനിപ്പോൾ അതിന് മുൻകൂട്ടി ഗസ് ചെയ്തിട്ടൊരു അഭിപ്രായം പറയേണ്ട കാര്യമല്ലല്ലോ. തന്നെയല്ല, ദേവസ്വം ബോർഡ് അതിനെപ്പറ്റി എപ്പോൾ അഭിപ്രായം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് വരട്ടെ, വരുമ്പോൾ കാണാം, എന്നിട്ട് നോക്കാം. ഈ നേരത്തെ, അതായത് പന്തളം രാജകുടുംബം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ പ്രതിഷ്ഠയുടെ പിതൃസ്ഥാനത്തുള്ളത് അവരാണ്, അല്ലെങ്കിൽ തന്ത്രിമാരാണ്. ഈ കവനന്റുമായി ഉൾപ്പെടെ ബന്ധപ്പെട്ട് അവർക്കാണ് അധികാരം എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ദേവസ്വം ബോർഡ് ഒരു മറുപടിയും പറഞ്ഞില്ല. കാരണം ദേവസ്വം ബോർഡാണ് ഇതിന്റെ ഗാർഡിയൻ സ്ഥാനത്തുള്ളത്. ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിന്റെ നിലപാട് എന്താണ്? ഓരോരുത്തർക്കുമുള്ള അവകാശങ്ങളെ സംബന്ധിച്ചും അധികാരങ്ങളെ സംബന്ധിച്ചും അമിതമായ അവകാശവാദമൊന്നും ആരും ഉന്നയിക്കേണ്ട കാര്യമില്ല. ദേവസ്വം ബോർഡിന്റെ അധികാരവും അവകാശവും ദേവസ്വം ബോർഡിനുണ്ട്. പന്തളം കൊട്ടാരത്തിനുള്ള അവകാശവും അധികാരവും അവർക്കുണ്ട്. തന്ത്രിമാർക്കുള്ള അധികാരവും അവകാശവും അവർക്കുണ്ട്. മേശാന്തിക്കുള്ള അവകാശവും അധികാരവും അവർക്കുണ്ട്. നമ്മുടെ ശബരിമലയിൽ ക്ലീനിങ്ങിന് വരുന്ന പാവപ്പെട്ട തൊഴിലാളിക്കുള്ള അധികാരവും അവകാശവും അവർക്കുണ്ട്. തീർച്ചയായും വളരെ നന്ദി ശ്രീ എ പത്മകുമാർ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറാണ് നമ്മളോട് കാര്യങ്ങൾ വിശദീകരിച്ചത്. രഞ്ജിത്ത്, ഇത്തരത്തിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. പക്ഷേ സ്ത്രീ പ്രവേശന വിഷയത്തിലടക്കം തൽക്കാലം ദേവസ്വം ബോർഡ് നിലപാട് പറയുന്നില്ല. ആരെങ്കിലും വരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അവരാണ് എന്ന രീതിയിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു വെക്കുന്നത്. ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അനുവദിച്ച വിധി നടപ്പാക്കുന്നത് തടഞ്ഞവർക്കെതിരായ കോടതിയലക്ഷ്യ അപേക്ഷയിൽ തീരുമാനമെടുക്കുന്നതിൽ നിന്ന് അറ്റോർണി ജനറൽ പിന്മാറി. കോടതിയലക്ഷ്യ നടപടിക്ക് അനുമതി തേടിയുള്ള അപേക്ഷ കെ വേണുഗോപാൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയ്ക്ക് കൈമാറി. അടുത്ത 1-2 ദിവസങ്ങൾക്കുള്ളിൽ അപേക്ഷയിൽ തീരുമാനമെടുക്കുമെന്ന് തുഷാർ മേത്ത അറിയിച്ചു. എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, വിവരങ്ങൾ. രഞ്ജിത്ത്, ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിധി നടപ്പാക്കുന്നത് തടയാൻ ശ്രമിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ കോടതിയലക്ഷ്യത്തിന് അപേക്ഷകൾ ഫയൽ ചെയ്യപ്പെട്ടിരുന്നത്. ആ അപേക്ഷകൾ കോടതിക്ക് നേരിട്ട് ഫയൽ ചെയ്യുന്നതിന് മുന്നോടിയായി അത് ഫയൽ ചെയ്യുന്നതിന് അറ്റോർണി ജനറലിന്റെ അനുമതി തേടുകയാണ്
മലയാളികളായ ഗീനാകുമാരിയും എ.വി. വർഷയും ചെയ്തിരുന്നത്. ഇവർ ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ അറ്റോർണി ജനറലിനെ സമീപിച്ച് അനുമതി തേടിയതാണ്. എന്നാൽ ഇപ്പോൾ അറ്റോർണി ജനറൽ കെ വേണുഗോപാൽ ഇതിന് അനുമതി നൽകുന്നതിന് വിസമ്മതിച്ചിരിക്കുകയാണ്. ഈ കോടതി അനുമതി നൽകുന്ന വിസമ്മതിക്കില്ല, മറിച്ച് ഈ ഫയൽ പരിഗണിക്കുന്നതിന് വിസമ്മതിച്ചിരിക്കുകയാണ്. അധികം ഈ ഫയൽ പരിഗണിക്കുന്നതിൽ നിന്ന് പിന്മാറുകയും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയ്ക്ക് ഈ ഫയൽ കൈമാറുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ കോടതിയലക്ഷ്യ ഹർജിയിൽ 5 പേർക്കെതിരെയാണ് കോടതിയലക്ഷ്യം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. BJP അധ്യക്ഷൻ ശ്രീധരൻ പിള്ള, ഒപ്പം സിനിമാ താരം കൊല്ലം തുളസി, BJPയുടെ പ്രാദേശിക നേതാവ് എന്നിവർക്കൊപ്പം തന്നെ പന്തളം രാജകുടുംബത്തിലെ രാമരാജവർമ്മ, ക്ഷേത്രം തന്ത്രി കണ്ഠരര് രാജീവർ എന്നിവരാണ് കോടതിയലക്ഷ്യം കാണിച്ചു എന്ന് പറയുന്നത്. കോടതിയുടെ വിധി നടപ്പാക്കുന്നത് തടഞ്ഞു, ഒപ്പം കോടതി വിധിക്കെതിരായ രീതിയിൽ സംസാരിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു എന്നാണ് ഈ അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള കാര്യം. ഏതായാലും അറ്റോർണി ജനറൽ ഈ അപേക്ഷയിൽ പരിഗണിച്ചുകൊണ്ട് തീരുമാനമെടുക്കാതിരിക്കാനായി മനസ്സിലാക്കാൻ പറ്റുന്ന കാരണങ്ങൾ ഇവയാണ്. അദ്ദേഹം നേരത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി ഈ കേസിൽ ഹാജരായിരുന്നു, ശബരിമല കേസിൽ. അതുകൊണ്ട് അദ്ദേഹത്തിന് നിക്ഷിപ്ത താല്പര്യമുള്ളത് കൊണ്ട് തന്നെ അതിൽ നിലപാടെടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനം അദ്ദേഹം കൈക്കൊണ്ടതാകാം. അല്ല എങ്കിൽ അദ്ദേഹം നേരത്തെ തന്നെ ഈ ശബരിമല വിധിയുമായി ബന്ധപ്പെട്ട് ഒരു ടെലിവിഷൻ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം പൊതുവായി പങ്കുവച്ചതാണ്. അന്ന് അദ്ദേഹം പറഞ്ഞത് ന്യൂനപക്ഷ വിധിയോടാണ് താൻ യോജിക്കുന്നത്, ഭൂരിപക്ഷ വിധി ഉചിതമല്ല എന്നായിരുന്നു. അതിലുപരിയായി ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ ഏതെങ്കിലും ഘട്ടത്തിൽ ശബരിമല കേസിൽ ഇടപെടാനോ അറ്റോർണി ജനറലിന്റെ അഭിപ്രായം തേടാനോ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് ഹാജരാകേണ്ട ഒരു സാഹചര്യവും ഉണ്ടാകാം. അതെല്ലാം കണക്കിലെടുത്താകണം അദ്ദേഹം ഈ അപേക്ഷ പരിഗണിക്കുന്നതിൽ നിന്നും പിന്മാറിയിട്ടുണ്ടാവുക. ഏതായാലും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയെ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം ഈ വിഷയത്തിൽ 2-3 ദിവസത്തിനകം തന്നെ തീരുമാനമെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി കോടതിയലക്ഷ്യമില്ല, അത് ഫയൽ ചെയ്യാൻ അനുമതി നൽകില്ല എന്ന് സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കിയാൽ തന്നെ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയെ സമീപിക്കാനാണ് ഈ കോടതിയലക്ഷ്യ അപേക്ഷയുമായി എത്തിയ 2 സ്ത്രീകളുടെയും തീരുമാനം. ശരി ഉണ്ണി. ശബരിമലയിൽ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് ഇതുവരെ അറസ്റ്റിലായത് 3719 പേർ. ഒളിവിലുണ്ടായിരുന്ന 100-ലധികം പേർ പിടിയിലായതായും പോലീസ് പറഞ്ഞു. വി വിനോദ് ചേരുന്നു. വിനോദ്, അറസ്റ്റ് തുടരുകയാണ്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇപ്പോൾ കൂടുതൽ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്? രഞ്ജിത്ത്, ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് 3719 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഇതിൽ തന്നെ 100ഓളം പേർ ഒളിവിലായിരുന്നവരാണ്. കാരണം നേരത്തെ തന്നെ 3500-ലധികം അറസ്റ്റ് കഴിഞ്ഞപ്പോൾ പോലീസിന്റേതായ വിശദീകരണം വന്നത് മറ്റുള്ളവരെ പിടികൂടാൻ പ്രയാസമാണ്, കാരണം അക്രമം നടത്തിയതിൽ പലരും ഒളിവിൽ പോയി എന്ന ഒരു കാര്യമാണ് പോലീസ് വ്യക്തമാക്കിയത്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 100-ലധികം പേർ ഈ ഒളിവിൽ പോയവരിൽ പിടിയിലായവരാണ്. കൂടുതൽ നടപടികൾ ഉണ്ടാകും. കാരണം പോലീസ് വിന്യാസം ഇന്ന് തന്നെ ശബരിമലയിലും പമ്പയിലും നിലയ്ക്കലും ഉൾപ്പെടെ നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെ മുൻപ് ഉണ്ടായ സംഭവങ്ങളിലെ അറസ്റ്റുമായും സർക്കാർ മുന്നോട്ട് പോവുകയാണ്. കടുത്ത നടപടികൾ തന്നെയാണ് പോലീസ് സ്വീകരിക്കുന്നത്. അതേസമയം സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യുന്നില്ല. ഒപ്പം തന്നെ നാമജപ യാത്രകളിൽ പങ്കെടുത്തവരെയും അറസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ശരി വിനോദ്. കേരളത്തിന്റെ മതനിരപേക്ഷത തകർക്കാൻ ശ്രമിക്കുന്നത് ഗൌരവമായി കാണണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസിനെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു. പോലീസിന്റെ ജാതിയും മതവും പോലീസ് തന്നെയാണ്. ഒറ്റപ്പെട്ട ആക്രമണങ്ങളുടെ പേരിൽ പോലീസുകാർ പതറരുത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂരിൽ പോലീസ് പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഏത് മതത്തിൽപ്പെട്ടവരായാലും ഏത് ജാതിയിൽപ്പെട്ടവരായാലും മതനിരപേക്ഷമായി ചിന്തിക്കുന്നവരാണ് നമ്മുടെ നാട്ടിൽ മഹാഭൂരിപക്ഷം. എന്നാൽ മതനിരപേക്ഷതയെ തകർക്കാൻ ചില ഘട്ടത്തിൽ ചില നിക്ഷിപ്ത താല്പര്യക്കാർ മതത്തെയും ജാതിയെയും ഒക്കെ ദുരുപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ശബരിമല പ്രശ്നത്തിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച് മുൻ PSC ചെയർമാൻ ഡോക്ടർ KS രാധാകൃഷ്ണൻ. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും CPM-നും കനത്ത നഷ്ടമുണ്ടാകുമെന്നും BJP വലിയ നേട്ടമുണ്ടാക്കുമെന്നും രാധാകൃഷ്ണൻ ന്യൂസ് 18നോട് പറഞ്ഞു. രാഷ്ട്രീയത്തിൽ ആദർശം നോക്കേണ്ടതില്ലെന്നും K സുധാകരനെ പോലെയുള്ളവർ BJP-യിൽ പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ലെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു. 2004 UDF ഭരണകാലത്ത് കാലടി സർവകലാശാല വൈസ് ചാൻസലറും കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് PSC ചെയർമാനുമായിരുന്ന രാധാകൃഷ്ണനാണ് കോൺഗ്രസിനെ കടന്നാക്രമിച്ച് രംഗത്തെത്തിയത്. എക്കാലത്തും കോൺഗ്രസ് സഹയാത്രികനായിരുന്ന KS രാധാകൃഷ്ണൻ പാർട്ടി മുഖപത്രമായ വീക്ഷണത്തിൽ പത്രപ്രവർത്തകനായും ജോലി ചെയ്തിട്ടുണ്ട്. ശബരിമല പ്രശ്നം വോട്ടിനെ ബാധിക്കുമെന്നും BJPക്ക് വലിയ നേട്ടമുണ്ടാകുമെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു. വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് വരും, സ്വാഭാവികമാണ്. ജനങ്ങളുടെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ജനങ്ങൾ അതിനകത്ത് വികാരപരമായി പ്രതികരിക്കുമ്പോൾ അത് വോട്ടിനെയും ബാധിക്കും. അതിലൊരു സംശയവുമില്ല. അതിൻ്റെ നേട്ടം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിലും ബുദ്ധിയുള്ള ആർക്കും സംശയമില്ല.
കോട്ടം ബാക്കിയുള്ള പാർട്ടികൾക്കൊക്കെ ഉണ്ടാകുകയും ചെയ്യും. ഹിന്ദുക്കളിൽ കുറേ പേര് കോൺഗ്രസിൽ നിന്ന് അകന്നു പോകും. ഹിന്ദുക്കളിൽ കുറേ പേര് ഒരു സംശയവും വേണ്ട CPM അടക്കമുള്ള പാർട്ടികളിൽ നിന്നും അകന്നു പോകും. സനാതന ഹിന്ദുവും ബ്രാഹ്മണനും ആണെന്ന് അവകാശപ്പെടുന്ന രാഹുൽ ഗാന്ധി ശബരിമല പ്രശ്നത്തിൽ വിശ്വാസികളെ വഞ്ചിച്ചു. താനൊരു ബ്രാഹ്മണനും താനൊരു ഹിന്ദുവുമാണ് എന്ന് അവകാശപ്പെടുന്ന AICC പ്രസിഡന്റ് ശബരിമല ക്ഷേത്രത്തിൻ്റെ കാര്യത്തിലൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ അതിൽ വൈരുദ്ധ്യമുണ്ട് എന്നാണ് ഞാൻ പറയുക. 16% വോട്ടുള്ള BJP കെ സുധാകരനെ പോലുള്ള നേതാവിനെ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. ഇത് 10-16% വോട്ടുള്ള സാമാന്യം ഭേദപ്പെട്ട ഒരു പാർട്ടിയാണ്. പക്ഷേ അങ്ങനെ കരുത്തുള്ളൊരു നേതാവ് ആ പാർട്ടിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ സുധാകരനെ പോലെയുള്ള വളരെ കരുത്തനായിട്ടുള്ള ഒരു നേതാവിനെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പ്രയോജനമുണ്ടെന്ന് അവർ കരുതിയതിൽ തെറ്റൊന്നുമില്ല. രാമൻ നായർ BJPയിൽ പോയത് ജയിക്കാൻ സാധ്യതയുള്ള സീറ്റ് ലഭിക്കുമെന്ന വാഗ്ദാനം ലഭിച്ചതുകൊണ്ടാണ്. രാഷ്ട്രീയത്തിൽ ആദർശത്തിന് വലിയ കാര്യമൊന്നുമില്ലെന്നും ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞു. വിശ്വ ഹിന്ദു പരിഷത്ത് എറണാകുളം കലൂരിൽ കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച പ്രതിഷേധത്തിലും ഡോക്ടർ രാധാകൃഷ്ണൻ പങ്കെടുത്തിരുന്നു. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് വരുമെന്ന് BJP അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള. പല നേതാക്കളും ചർച്ച നടത്തിയിട്ടുണ്ട്. പേരുകൾ ഇപ്പോൾ വെളിപ്പെടുത്താനാകില്ലെന്നും ശ്രീധരൻപിള്ള ന്യൂസ് 18നോട് പ്രതികരിച്ചു. എന്നോട് ബന്ധപ്പെട്ട ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. അവരൊക്കെ കാലക്രമത്തിൽ അവരുടെ എല്ലാം കണ്ണു തുറക്കുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. രാധാകൃഷ്ണൻ സാറ് BJP വരുമെന്നുള്ള അല്ല പ്രശ്നം. അദ്ദേഹത്തിന് സ്വതന്ത്രമായ ഒരു നിലപാടിൽ പോകുന്ന ഒരാളാണ്. പക്ഷെ ധാരാളം കോൺഗ്രസ്സുകാർ BJPയിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളത് ആർക്കും നിഷേധിക്കാനാവാത്ത ഒരു വസ്തുതയാണ്. സത്യം ആത്യന്തികമായി ജയിക്കും. മൺവിള പ്ലാസ്റ്റിക് നിർമ്മാണ യൂണിറ്റിലുണ്ടായ തീപിടുത്തത്തെക്കുറിച്ചുള്ള അഗ്നിശമന സേനയുടെ പ്രാഥമിക റിപ്പോർട്ട് ഇന്നുണ്ടായേക്കും. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പരിശോധനയും തുടരുന്നു. കൊച്ചിൻ റിഫൈനറിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. തിരുവനന്തപുരം ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ R. ആദിത്യയുടെ നേതൃത്വത്തിലാണ് പോലീസ് അന്വേഷണം നടക്കുന്നത്. അട്ടിമറി ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് പോലീസ് പ്രാഥമികമായി അന്വേഷിക്കുന്നത്. തീപിടുത്തമുണ്ടായ 3ാം നിലയിൽ വളരെ വേഗം അഗ്നി പടർന്നതായാണ് ദൃക്സാക്ഷിമൊഴി. അലൂമിനിയം വയറിംഗിൽ ഷോർട്ട് സർക്യൂട്ടിന് സാധ്യത വളരെ കുറവാണ് എന്നതാണ് അട്ടിമറി സംശയം ബലപ്പെടുത്തുന്നത്. അപകടകരമായി നിൽക്കുന്ന കെട്ടിട ഭാഗങ്ങൾ പൊളിച്ചുകളയാനാണ് തീരുമാനം. ഈ ഒറ്റ ബിൽഡിംഗ് ആണ് ഇപ്പോൾ മോശമായിട്ടുള്ള ഒരു സ്ഥിതിയിലിരിക്കുന്നു. അപ്പോൾ അതുകൂടി അവിടെ കുറച്ച് നമ്മൾ കെയർഫുള്ളായിട്ട് മെഷേഴ്സ് എടുത്തിട്ടുണ്ട്. അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥൻ ഫയർഫോഴ്സ് മേധാവി A. ഹേമചന്ദ്രനുമായി കഴിഞ്ഞ ദിവസം ചർച്ചകൾ നടത്തി. ഫയർ സർവീസിലെ ഉദ്യോഗസ്ഥരെ കൂടാതെ ഞങ്ങൾ കൊച്ചിൻ റിഫൈനറിയിൽ നിന്നുള്ള ഒരു കെമിക്കൽ എഞ്ചിനീയറും അവിടുത്തെ ഫയർ എഞ്ചിനീയറും നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള ഇതിൻ്റെ എങ്ങനെ ആവാൻ തീപിടുത്തം ഉണ്ടാവാൻ ചാൻസസ് എന്തൊക്കെ ഉണ്ടാവാം, അതുകൂടാതെ എന്തൊക്കെ കുറവുകളാണ് എന്ന് പറഞ്ഞാൽ സുരക്ഷ ഇല്ലാണ്ട് എന്തൊക്കെ കുറവുകളാണുള്ളത് അതിനെപ്പറ്റിയാണ് പരിശോധിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം മൺവിളയിലെ പ്ലാസ്റ്റിക് ഫാക്ടറിയിൽ തീപിടിക്കാനിടയായ സാഹചര്യം പരിശോധിച്ചു വരികയാണെന്ന് തൊഴിൽ വകുപ്പ് മന്ത്രി TP രാമകൃഷ്ണൻ. ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വിഭാഗവും പരിശോധന നടത്തുന്നുണ്ട്. ഫാക്ടറിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വേണ്ട രീതിയിൽ ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കുമെന്നും ഫാക്ടറി സന്ദർശിച്ച മന്ത്രി പറഞ്ഞു. തീപിടിക്കാൻ ഇടയായ സാഹചര്യത്തെ സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തി വരികയാണ്. ഈ സ്ഥാപനത്തിന് ഈ ഫാമിലി പ്ലാസ്റ്റിക്സിൻ്റെ 7 യൂണിറ്റുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. 7 ഫാക്ടറികൾ. 2 ഫാക്ടറികൾ പൂർണ്ണമായും കത്തിനശിച്ചിട്ടുണ്ട്. പോലീസും ഫയർഫോഴ്സും അതിൻ്റെ ഉത്തരവാദപ്പെട്ടവർ ഇതിൻ്റെ സംവിധാനമുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. വ്യവസായ വകുപ്പ് ആവശ്യമായ പരിശോധന നടത്തി വരുന്നുണ്ട്. കോട്ടയം കുന്നത്തുകുളത്തിൽ ജുവലറി ഉടമ വിശ്വനാഥൻ ആത്മഹത്യ ചെയ്തു. ചികിത്സയിൽ കഴിയുന്ന കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയുടെ 6ാം നിലയിൽ നിന്നും ചാടിയാണ് ആത്മഹത്യ ചെയ്തത്. കുന്നത്തുകുളത്തിൽ ചിട്ടി തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയാണ് വിശ്വനാഥൻ. കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടന്നുവരികയാണ്. 100 കോടിയിൽ പരം രൂപയുടെ ചിട്ടി തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ്. ആദ്യം ഒളിവിൽ പോയ വിശ്വനാഥനും കുടുംബവും പിന്നീട് പോലീസിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. ചൊവ്വാഴ്ച മുതൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരത്ത് 3 അണക്കെട്ടുകൾ ഷട്ടറുകൾ തുറന്നു. തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി ശക്തമായ മഴയാണ് രേഖപ്പെടുത്തിയത്. അടുത്ത 6 ദിവസം ഇടിയോടുകൂടിയ ശക്തമായ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. സംസ്ഥാന ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷനിൽ ജനറൽ മാനേജരായി ബന്ധുവിനെ നിയമിച്ചുവെന്ന ആരോപണം നിഷേധിച്ച മന്ത്രി KT ജലീൽ പരിചയസമ്പത്തുള്ള ആളെ വേണമെന്ന അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തിയത്. അഭിമുഖത്തിന് വന്നവർ യോഗ്യതയില്ലാത്തവരാണെന്നും മന്ത്രി വിശദീകരിച്ചു. യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസാണ് ആരോപണം ഉന്നയിച്ചത്.
കർണാടകയിലെ 3 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും 2 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ബെല്ലാരി, ഷിമോഗ, മാണ്ഡ്യ എന്നീ ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും രാമനഗര, ജാംഖഡ്ഡി എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമാണ് ഉപതെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുൻപ് രാമനഗര മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി എൽ ചന്ദ്രശേഖർ രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നത് BJPക്ക് തിരിച്ചടിയായിരുന്നു. ഇതോടെ മണ്ഡലത്തിൽ JDS സ്ഥാനാർത്ഥിയും മുഖ്യമന്ത്രി HD കുമാരസ്വാമിയുടെ ഭാര്യയുമായ അനിത കുമാരസ്വാമിയുടെ വിജയം ഉറപ്പായി. ഷിമോഗയിൽ മകൻ BS രാഘവേന്ദ്രൻ വിജയിക്കുമെന്നും എല്ലാ മണ്ഡലങ്ങളിലും BJP മുന്നേറ്റമുണ്ടാക്കുമെന്നും യെദ്യൂരപ്പ പറഞ്ഞു. നവംബർ 6-നാണ് വോട്ടെണ്ണൽ. ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നു താനുമായി ഉണ്ടായിരുന്നതെന്ന മുൻ കേന്ദ്രമന്ത്രി MJ അക്ബറിന്റെ വാദത്തെ തള്ളി മാധ്യമപ്രവർത്തക പല്ലവി ഗൊഗോയ്. അധികാരം പ്രയോഗിച്ചും സമ്മർദ്ദം ചെലുത്തിയും സ്ഥാപിക്കുന്ന ബന്ധം ഒരിക്കലും സമ്മതപ്രകാരമായി അല്ലെന്ന് പല്ലവി വ്യക്തമാക്കി. താനുമായി ഉണ്ടായിരുന്നത് ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നെന്ന MJ അക്ബറിന്റെ വാദത്തെ പൂർണ്ണമായി തള്ളുന്നതാണ് മാധ്യമപ്രവർത്തക പല്ലവി ഗൊഗോയുടെ ട്വിറ്ററിലെ കുറിപ്പ്. അധികാരം പ്രയോഗിച്ചും സമ്മർദ്ദം ചെലുത്തിയും സ്ഥാപിക്കുന്ന ബന്ധം ഒരിക്കലും സമ്മതപ്രകാരമുള്ളതല്ല. അക്ബറിനെതിരെ ആരോപിച്ച കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അക്ബറിൽ നിന്ന് ദുരനുഭവമുണ്ടായ മറ്റു സ്ത്രീകൾക്ക് തുറന്നു പറയാനുള്ള ശക്തി പകരുന്നതിനായി സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നും അവർ വ്യക്തമാക്കി. പല്ലവിയുമായുള്ള ബന്ധം കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാൽ ഒഴിവാക്കിയെന്നാണ് അക്ബറിന്റെ വാദം. പല്ലവിയുമായുള്ള ബന്ധത്തെ ചൊല്ലി ഭർത്താവുമായി കലഹിച്ചിരുന്നതായി അക്ബറിന്റെ ഭാര്യ മല്ലികയും വ്യക്തമാക്കി. ഭർത്താവുമായി പല്ലവി അടുപ്പം പുലർത്തിയിരുന്നു. രാത്രി വൈകിയുള്ള ഫോൺ കോളുകളും ഭർത്താവുമായുള്ള ഇടപാടുകളും തന്നെ അസ്വസ്ഥയാക്കിയിരുന്നു. ഏഷ്യൻ ഏജിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് വീട്ടിൽ പാർട്ടികൾ പതിവായിരുന്നു. ഭർത്താവിനൊപ്പം പല്ലവി നൃത്തം ചെയ്യുന്നതും തന്നെ അസ്വസ്ഥയാക്കി. ഇതേ ചൊല്ലി ഭർത്താവുമായി കലഹിച്ചിരുന്നതായും മല്ലിക പറഞ്ഞു. എന്നാൽ പല്ലവിയുടെ ലൈംഗിക പീഡന ആരോപണങ്ങളെ ഇവർ പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അസമിൽ 5 പേരെ തീവ്രവാദികൾ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് വിവിധ സംഘടനകൾ നടത്തുന്ന ബന്ദ് തുടരുന്നു. ടിൻസുക്കിയിൽ കൊല്ലപ്പെട്ടത് ബംഗാൾ സ്വദേശികൾ ആയതുകൊണ്ട് ബംഗാളി വിദ്യാർത്ഥി സംഘടനകളും ബന്ദിൽ പങ്കെടുക്കുന്നുണ്ട്. ഉൾഫ തീവ്രവാദികളാണ് കൊലപാതകം നടത്തിയെന്ന് പോലീസ് സംശയിക്കുന്നു. എന്നാൽ തങ്ങളല്ല ഇതിന് പിന്നിലെന്ന് ഉൾഫ പ്രസ്താവന ഇറക്കി. അസമിലെ ക്രമസമാധാന നില വിലയിരുത്താൻ DGP കുളന്തർ സൈക്കിയും അഡീഷണൽ DGP മുകേഷും സംഭവസ്ഥലത്തെത്തിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകൻ ജമാൽ ഖഷോഗിയുടെ വധത്തിൽ സൗദി സർക്കാരിനെ കടന്നാക്രമിച്ച് തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗൻ. സൗദി സർക്കാരിന്റെ ഉന്നത ഗൂഢാലോചനയാണ് കൊലപാതകത്തിന് കാരണമെന്ന് എർദോഗൻ കുറ്റപ്പെടുത്തി. വാഷിംഗ്ടൺ പോസ്റ്റിൽ എഴുതിയ ലേഖനത്തിലാണ് ഖഷോഗിയുടെ കൊലപാതകത്തിൽ സൗദി സർക്കാരിനെ കടന്നാക്രമിച്ച് എർദോഗൻ രംഗത്തെത്തിയത്. ഖഷോഗിയെ കൊലപ്പെടുത്താൻ സൗദി സർക്കാരിലെ ഉന്നതർ ഉത്തരവ് നൽകിയെന്നും ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നു. സൽമാൻ രാജാവ് വിഷയത്തിൽ ഉൾപ്പെട്ടെന്ന് വിശ്വസിക്കുന്നില്ല. എന്നാൽ കൊലപാതകത്തിന് പിന്നിലെ സൂത്രധാരനെ കണ്ടെത്തണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഖഷോഗിയുടെ മൃതദേഹം ആസിഡിൽ മുക്കി ലയിപ്പിച്ചെന്നും തുർക്കി ആരോപിച്ചു. കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം കഷ്ണങ്ങളാക്കി ആസിഡിൽ മുക്കി ലയിപ്പിച്ചെന്ന് എർദോഗന്റെ ഉപദേഷ്ടാവ് യാസിൻ അക്തായാണ് ആരോപിച്ചത്. സംഭവത്തിൽ ഇതുവരെ 18 പേരെ സൗദി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരെ കൈമാറണമെന്നും തുർക്കി ആവശ്യപ്പെട്ടു. ഇതിനിടെ ഖഷോഗിയെ അപകടകാരിയായ ഇസ്ലാമിസ്റ്റ് എന്ന് സൗദി കിരീടാവകാശി വിളിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഒക്ടോബർ 2-നാണ് ഇസ്താംബുളിലെ സൗദി കൗൺസിലേറ്റിലെത്തിയ ശേഷം ഖഷോഗിയെ കാണാതാകുന്നത്. അദ്ദേഹം കൗൺസിലേറ്റിൽ നിന്ന് പുറത്തുപോയെന്ന് ആദ്യം പറഞ്ഞ സൗദി പിന്നീട് തർക്കത്തിനിടെ കൊല്ലപ്പെട്ടുവെന്ന് സമ്മതിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇറാനുമേൽ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ ഒരുങ്ങി അമേരിക്ക. 2015-ലെ ആണവ കരാർ സമയത്ത് ഒബാമ സർക്കാർ പിൻവലിച്ച ഉപരോധങ്ങളടക്കമാണ് ഡൊണാൾഡ് ട്രംപ് തിരികെ കൊണ്ടുവരുന്നത്. നവംബർ 5 മുതൽ ഏർപ്പെടുത്താനാണ് തീരുമാനം. സാമ്പത്തിക മേഖലയ്ക്ക് പുറമെ ഊർജ്ജം, ഷിപ്പിംഗ് മേഖലയിലും ഉപരോധം ഏർപ്പെടുത്തി ഇറാനെ നേരിടുമെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. അതേസമയം ഇന്ത്യ അടക്കമുള്ള 8 രാജ്യങ്ങൾക്ക് ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് തടസ്സമില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കി. സാമ്പത്തിക പ്രതിസന്ധിയിലായ പാകിസ്ഥാന് ചൈന $600 കോടി സഹായം വാഗ്ദാനം ചെയ്തതായി റിപ്പോർട്ട്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങും പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാനും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് വാഗ്ദാനമുണ്ടായത്. അതേസമയം ഇന്ത്യയുടെ എതിർപ്പ് മറികടന്ന് ലാഹോറിൽ നിന്ന് പാക് അധിനിവേശ കശ്മീരിലൂടെ ചൈനയിലേക്കുള്ള ബസ് സർവീസ് ഇന്ന് ആരംഭിക്കും. സാമ്പത്തിക ഇടനാഴി കാരണമാണ് പാകിസ്ഥാൻ കടക്കണിയിൽ ആയതെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. സഹായത്തിന്റെ പേരിൽ ഡോളറുകൾ ഒഴുക്കുന്ന ചൈനയുടെ ഉദ്ദേശം പാകിസ്ഥാനിലെ തന്ത്രപ്രധാന പ്രദേശങ്ങളിൽ അധികാരം ഉറപ്പിക്കലാണ്. കടം വീട്ടാൻ കഴിയാത്തതോടെ പ്രദേശങ്ങളിൽ പരമാധികാരം ആവശ്യപ്പെടുകയാണ് ചൈനയുടെ രീതി. ശ്രീലങ്കയിലെ ഹമ്പത്തോട ചൈന കൈക്കലാക്കിയത് ഇത്തരത്തിലാണെന്നും നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. അതിനിടെ പാക് അധിനിവേശ കാശ്മീരിലൂടെ ലാഹോറിൽ നിന്ന് ചൈനയിലേക്കുള്ള ബസ് സർവീസ് ഇന്ന് ആരംഭിക്കും. ഷിൻജിയാങ് പ്രവിശ്യയിലേക്കുള്ള ബസ് സർവീസ് പരമാധികാരത്തിനോടുള്ള വെല്ലുവിളിയാണെന്ന് ഇന്ത്യ ആരോപിച്ചിരുന്നു. എന്നാൽ പദ്ധതി ഇന്ത്യ ചൈന ബന്ധത്തെ ബാധിക്കില്ലെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇപ്പോൾ മുസ്ലിം യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസ് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം കേരളത്തിൽ കിട്ടിയില്ല എന്ന് മന്ത്രി പറയുന്നത്, ഇനി ചോദിക്കട്ടെ, അത് വാദത്തിന് സമ്മതിച്ചു കൊടുത്താൽ തന്നെ ഒരു ഇന്റർവ്യൂവിന് അപേക്ഷ സമർപ്പിച്ചു, ഒരു ജോലിക്ക് അപേക്ഷ സമർപ്പിച്ചു,
ആ അപേക്ഷകൻ ഇന്റർവ്യൂവിന് ഹാജരായില്ല. മന്ത്രി അദ്ദേഹത്തെ വീട്ടിൽ പോയി ക്ഷണിച്ചു കൊണ്ടുവന്ന് ജോലി കൊടുക്കുന്ന ഒരു പാരമ്പര്യം കേരളത്തിലുണ്ടോ? അങ്ങനെ ഒരു നിയമം കേരളത്തിലുണ്ടോ? ഇന്റർവ്യൂവിന് ഹാജരാകാത്ത ആളെ വീട്ടിൽ പോയി നിർബന്ധിച്ച് ക്ഷണിച്ചു കൊണ്ടുവന്ന് ജോലി കൊടുത്ത കാര്യം തുറന്ന് സമ്മതിക്കുകയാണ് മന്ത്രി. ഒരു ഇന്റർവ്യൂ നടത്തി അതിൽ മതിയായ ആളുകളെ കിട്ടിയില്ല എങ്കിൽ, യോഗ്യരായ ആളെ കിട്ടിയില്ലെങ്കിൽ എന്താണ് കേരളത്തിലെ നിയമം? ആ അപേക്ഷ റീനോട്ടിഫൈ ചെയ്യണം, പുതിയ അപേക്ഷകൾ ക്ഷണിക്കണം, അങ്ങനെ ആളുകൾക്ക് അവസരം കൊടുക്കണം, അതിൽ നിന്നും വീണ്ടും ഇന്റർവ്യൂ നടത്തി ആളെ നിയമിക്കണം. എന്നാൽ വീണ്ടും അപേക്ഷ ക്ഷണിച്ചിട്ടില്ല എന്ന് മന്ത്രിയുടെ പോസ്റ്റിൽ തന്നെ വ്യക്തമാണ്. ഈ ബന്ധുവിനെ അങ്ങോട്ട് പോയി ചെന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും അപേക്ഷ വാങ്ങി ആ അപേക്ഷയിൽ തീരുമാനമെടുക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് മറ്റാർക്കും അവസരം കൊടുക്കാതെ ഈ മന്ത്രി ബന്ധുവിന്റെ കയ്യിൽ നിന്ന് മാത്രം അപേക്ഷ വാങ്ങി നിയമനം നടത്തിയത് എന്നതിന്റെ കാര്യത്തിൽ മന്ത്രി മറുപടി പറയണം. ആ കാര്യത്തിന്റെ കൂടെ ഒരു കാര്യം കൂടി മന്ത്രി പറയുന്നുണ്ട്, അപ്പോഴാണ് NOC നൽകിയത് എന്ന്. രണ്ടാമത് അപേക്ഷ കൊടുക്കുമ്പോഴാണ് ഈ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്നും NOC കിട്ടിയത്. അപ്പോൾ ആദ്യം അപേക്ഷ സമർപ്പിച്ചപ്പോൾ എന്തുകൊണ്ടാണ് NOC സമർപ്പിക്കാതിരുന്നത്? ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ ഒരു സർവീസിൽ ജോലി ചെയ്യുന്ന ആൾ NOC വാങ്ങാതെ എങ്ങനെയാണ് ഈ അപേക്ഷ ആദ്യം സമർപ്പിച്ചത്? രണ്ടാമത് NOC വാങ്ങി അപേക്ഷ സമർപ്പിച്ചു എന്നും പറയുന്നു. ഇതെല്ലാം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മന്ത്രി പറയുന്നത് 958 KSSR പ്രകാരം, അതിലെ റൂൾ 9B പ്രകാരമാണ് ഡെപ്യൂട്ടേഷൻ വഴി ഈ നിയമനം നടത്തിയത് എന്നാണ് മന്ത്രി പറയുന്നത്. മന്ത്രിയുടെ പ്രധാനപ്പെട്ട വാദമാണിത്. എന്താണ് റൂൾ 9B പറയുന്നത്? റൂൾ 9Bയിൽ വളരെ വ്യക്തമായി പറയുന്നു, കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് 1958, ഇതിലെ 27ാമത്തെ പേജിൽ എന്താണ് റൂൾ 9B എന്ന് പറയുന്നു. റൂൾ 9Bയിൽ notwithstanding anything contained in these rules or in the special rules, the government may, in public interest and for reasons to be recorded in writing, depute or transfer officers from one service to another or from one department to another within the same service, or send to or take in officers from other governments or statutory bodies subject to such conditions as the government may in each case impose. എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെയോ അതല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡികളിൽ നിന്ന് മാത്രമേ ഒരാളെ ഡെപ്യൂട്ട് ചെയ്യാനോ ട്രാൻസ്ഫർ ചെയ്യാനോ ഈ വകുപ്പിലേക്ക് പാടുള്ളൂ എന്ന്, ഏതൊരു വകുപ്പിലേക്കും പാടുള്ളൂ എന്ന് 9Bയിൽ വളരെ വ്യക്തമായി പറയുന്നു. മന്ത്രി KT ജലീലിനെതിരെയുള്ള ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് PK ഫിറോസാണ് മാധ്യമങ്ങളെ കണ്ട് ഇപ്പോൾ ആരോപണങ്ങൾ ആവർത്തിക്കുന്നത്. അതിന് മറുപടിയും ജലീൽ നൽകിക്കഴിഞ്ഞു. നേരത്തെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം താൻ അത്തരത്തിൽ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന രീതിയിലാണ് മന്ത്രിയുടെ മറുപടി. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു. എറണാകുളം വൈപ്പിനിലെ വായ്പാ തട്ടിപ്പിനിരയായ 17 കുടുംബങ്ങൾ സമരം ശക്തമാക്കുന്നു. വായ്പാ തട്ടിപ്പ് നടത്തിയ റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്കെതിരെ 7 വർഷമായി ഇവർ സമരപാതയിലാണ്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം തിരികെ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന സർക്കാരിന്റെ വാക്കും ഇതുവരെ നടപ്പിലായിട്ടില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആധാരം കിട്ടണം, അല്ലാണ്ട് ഞാനവിടെ പോകാനാണ്. ഇപ്പോൾ ഷുഗറൊക്കെ പിടിച്ച് വല്ല ആവശ്യതയായിരിക്കുകയാണ്. പെട്ടെന്ന് വല്ല വീണ് മരിച്ച വഴിക്കിടന്നിയാകണ്ടേ പക്ഷേ. 2008-2009 കാലയളവിലാണ് വല്ലാർപാടത്തിന് സമീപമുള്ള പനമ്പുകാട്, വൈപ്പിനടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നായി 17 കുടുംബങ്ങൾ വായ്പാ തട്ടിപ്പിന് ഇരയായത്. വൈപ്പിൻ സ്വദേശി ഇബ്രാഹിം, വെണ്ണല സ്വദേശി ബാബുരാജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് സംഘങ്ങളാണ് തട്ടിപ്പ് നടത്തിയത്. വായ്പ നൽകി ഈ കുടുംബങ്ങളുടെ ആധാരങ്ങൾ സ്വന്തമാക്കിയ ശേഷം ആധാരങ്ങൾ ബാങ്കിൽ പണയം വെച്ച് ഇവർ ലക്ഷങ്ങളുടെ വായ്പ നേടിയെടുക്കുകയായിരുന്നു. എന്നാൽ ഇതറിയാതിരുന്ന കുടുംബങ്ങൾ തട്ടിപ്പുകാർക്ക് വാങ്ങിയ പണത്തിന്റെ പലിശയും നൽകി. പലരും മക്കളുടെ വിവാഹങ്ങൾക്കും ചികിത്സയുടെ ഭാഗമായിട്ടുമാണ് വായ്പയെടുത്തത്. സർഫാസി നിയമപ്രകാരം വായ്പ തിരിച്ചടയ്ക്കാത്തതിനാൽ ഭൂമി പിടിച്ചെടുത്ത് ലേലം ചെയ്യാൻ ബാങ്ക് ഉദ്യോഗസ്ഥരെത്തുമ്പോഴാണ് പലരും തട്ടിപ്പ് തിരിച്ചറിഞ്ഞത്. തട്ടിപ്പിനിരയായെന്നറിഞ്ഞതോടെ 2 പേർ ആത്മഹത്യ ചെയ്തു. പിന്നാലെ തട്ടിപ്പിനിരയായവർ പ്രക്ഷോഭം ആരംഭിച്ചു. സമരത്തെ തുടർന്ന് പ്രശ്നം പരിഹരിക്കാമെന്നും ഭൂമിയുടെ ഉടമസ്ഥാവകാശം തിരികെ ലഭിക്കാൻ നടപടി സ്വീകരിക്കാമെന്നും സർക്കാർ ഉറപ്പ് നൽകി. എന്നാൽ ഉറപ്പ് ലഭിച്ച് 2 വർഷങ്ങൾക്കിപ്പുറവും സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടിയുണ്ടായിട്ടില്ല. ശരിയാവും, നാളെ ശരിയാവും എന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ. ഇത് കുട്ടികളുടെ വിവാഹത്തിന് എൻ്റെ അടുത്ത് പോയതാണ്.
ഇത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ സുപ്രഭാതത്തിൽ ഇവർ തന്നെയാണ് വീട്ടിൽ. ചേട്ടാന്നും വിളിച്ചാൽ വന്നത്, ബന്ധങ്ങൾ അവർ അങ്ങനെ വിളിക്കില്ല.